ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് കിഴക്കമ്പലം സമരട്ടൻ ഹോസ്പിറ്റലിനോട് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വീടിന്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4600 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2150 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു കണ്ടംപററി സ്റ്റൈൽ എലിവേഷൻ തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദിക്കിലേക്കാണ് വീടിന്റെ ദർശനം വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 700 മീറ്റർ ആണ്. കൂടാതെ സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 1.25 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് വരുന്ന ദൂരം 13 കിലോമീറ്ററുമാണ്. ഒത്തിരി നല്ല വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഇന്റർലോക്കിംഗ് വിരിച്ച വഴി തന്നെയാണ് വീട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കും LED ലൈറ്റുകളും GI ട്യൂബും കൊണ്ട് മനോഹരമാക്കി തന്നെയാണ് ഈ വീടിന്റെ ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത്. 2 വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പാർക്കിംഗ് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. കടപ്പാക്കല്ലുകളാണ് മുറ്റത്ത് മുഴുവനായി വിരിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് കിണറുവെള്ളം തന്നെയാണ്. ഗ്രാനൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കടന്നെല്ലാം. ഡബിൾ ഹൈറ്റഡ് ഏരിയയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ലിവിംഗ് ഏരിയയാണ് ആദ്യമായി നമ്മൾ കാണുന്നത്. ഈ ഭാഗത്ത് നല്ലൊരു വാൾപേപ്പർ ഡിസൈനൊക്കെ നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഇവിടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ തൊട്ട് ചേർന്നതിന് ഒരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്ത് ബിൽഡർ നല്ലൊരു ഗാർഡൻ ഏരിയയും നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്നും ഒതുങ്ങിമാരെ തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായൊരു വെറൈറ്റി ഡിസൈനിൽ തന്നെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നെല്ലാം. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കളയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കബോർഡ് വർക്കിന്റെ കളർ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഒരു ചിമ്മിണിയും ബിൽഡർ കസ്റ്റമർക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിച്ചന്റെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായി ഒത്തിരി കബോർഡ് വർക്കുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കിച്ചനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി ബിൽഡർ നൽകിയിട്ടുണ്ട്. ഇവിടെയും കബോർഡ് വർക്കൊക്കെ കൊടുത്തു തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നില്ല. ഏകദേശം 12 അടിയോളം നീളത്തിലാണ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. കൂടാതെ 3 പാളികളുള്ള ഒരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയും 3 പാളികളുള്ള ഒരു വാർഡ്രോബ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിന്റെ 1ാമത്തെ നിലയിലേക്കൊന്ന് പോയി നോക്കാം. വുഡൻ ഫിനിഷ് വരുന്ന ടൈലുകളാണ് ഇവിടെ സ്റ്റെയർവേയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ടഫൻ ഗ്ലാസ് ഇട്ട് വുഡൻ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്പം നീളമേറിയ ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ് നമ്മൾ ആദ്യമായി കാണുന്നത്. മനോഹരമായ ഒരു സീലിംഗ് വർക്ക് തന്നെയാണ് ഈ ഭാഗത്തുടനീളം കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. ലിവിംഗ് ഏരിയയ്ക്ക് തൊട്ട് ചേർന്ന് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതായിട്ടുള്ള പോയിന്റൊക്കെ ഇവിടെ നമുക്ക് കാണാം. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടുനോക്കാം. താഴത്തെ നിലയിലേതുപോലെ തന്നെ 12 അടിയോളം വലിപ്പത്തിൽ വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ 3 പാളികൾ തന്നെയുള്ള വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂം ഒന്ന് കണ്ടുനോക്കാം. മറ്റ് ബെഡ്റൂമുകൾ പോലെ വലിപ്പത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. വാർഡ്രോബുകൾക്കും യാതൊരുവിധ വ്യത്യാസവുമില്ല. ബെഡ്റൂമിന്റെ ഒരു ഭാഗത്തായി സ്റ്റഡി ടേബിളും കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ബിൽഡർ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് 4ാമത്തെ ബെഡ്റൂമിനും കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ അവസാന ഭാഗമായ മെയിൻ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 17 അടിയോളം നീളം വരുന്ന വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നതും. കൂടാതെ നല്ലൊരു LED പ്രൊഫൈൽ ലൈറ്റ് ഡിസൈനൊക്കെ ഇവിടെ സീലിംഗിലും കൊടുത്തിട്ടുണ്ട്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4600 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2150 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 89 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് നേരിൽ കാണാനായോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായോ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.